ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇസ്ലാമിൽ നിൽക്കുമ്പോൾ തന്നെ എന്നെ അലട്ടിയ, എന്നെ ആകുലപ്പെടുത്തിയ, ഉത്തരം കിട്ടാത്ത പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിൽ ഒന്നാണ് പ്രവാചകന്റെ മക്കളെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ മുഹമ്മദ് നബിയുടെ മക്കളെ സംബന്ധിച്ച് ഞാനിങ്ങനെ പലരോടും ചോദിക്കുമായിരുന്നു, മുഹമ്മദ് നബിക്ക് ഇത്രയധികം ഭാര്യമാരുണ്ട്, എന്തുകൊണ്ടാണ് നബിയുടെ മറ്റു ഭാര്യമാരാരും പ്രസവിക്കാതിരുന്നത്? അവർക്കൊന്നും മക്കളില്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? പ്രവാചകൻ ഒരുപാട് മക്കളുണ്ടെങ്കിലും പ്രവാചകൻ മക്കളുടെ കാര്യത്തിൽ വിവേചനം കാണിച്ചിരുന്നു. കാരണം പ്രവാചകൻ കിറ്റ്ബത്തു കബ്ദി എന്നാണ് പ്രവാചകന്റെ മകളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നത്. ഫാത്തിമ, നീ എൻ്റെ കരളിന്റെ കഷ്ണമാണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരുപാട് മക്കളുള്ളപ്പോൾ കരൾ ഒരുപാട് പകുത്ത് നൽകേണ്ടി വരുമല്ലോ. ഇത് പ്രവാചകൻ പലപ്പോഴും ഒരുപാട് മക്കൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിലൂടെ, ഹദീസുകളിലൂടെ നമ്മൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഒക്കെ പ്രവാചകന്റെ മറ്റു മക്കൾ എവിടെ, അവർക്കൊക്കെ എന്താണ് സംഭവിച്ചത് എന്ന ചിന്ത എന്നെയും ഒരുപാട് അലട്ടിയിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പലപ്പോഴും പലരോടും ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും തൃപ്തകരമായ ഒരു ഉത്തരം, വിശ്വസനീയമായ ഒരു ഉത്തരം അവിടെ നിന്നെങ്ങും ലഭിച്ചിട്ടേയില്ല. പ്രവാചകന്റെ മക്കൾ പിൽക്കാലത്ത് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് പ്രവാചകന്റെ മകളായ ഫാത്തിമ മരണപ്പെട്ടത്, അവരുടെ മക്കളിലൂടെ പ്രവാചകന്റെ പരമ്പര എങ്ങനെയാണ് നിലനിന്നത്, ഇന്നത്തെ തങ്ങൾ കുടുംബം പ്രവാചകന്റെ കുടുംബവുമായി എന്തെങ്കിലും തരത്തിൽ പുലബന്ധമെങ്കിലും ഉണ്ടോ? സാധാരണ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ടത് ആൺമക്കളിലൂടെയാണ്. ഇതെങ്ങനെയാണ് പ്രവാചകന് മാത്രം പെൺമക്കളിലൂടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ടി വന്നത്? ആദ്യം പ്രവാചകൻ വിവാഹം കഴിച്ച ഖദീജ എന്ന് പറയുന്ന സ്ത്രീ മുമ്പ് വിവാഹിതയായിരുന്നു. 2 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവര് വിധവയായിരുന്നു. ആ സാഹചര്യത്തിലാണ് അവരെ വിവാഹം കഴിക്കുന്നത്. അവര് മാത്രമേ പ്രവാചകന്റെ ഭാര്യമാരിൽ പ്രസവിച്ചിട്ടുള്ളൂ. ഭാര്യമാരിൽ അടിമ സ്ത്രീയായ മാരിയത്തുൽ കിബ്തിയെ പിടിച്ച് ഹഫ്സ, ഭാര്യയാണ്, ഉമറിന്റെ മകളാണ്, ഹഫ്സ ഇല്ലാത്തൊരു ദിവസം പിടിച്ച് കിടപ്പറയിൽ കിടത്തിയെന്നും അല്ലെങ്കിൽ തന്നെ അടിമകളുമായി വേഴ്ച നടത്താൻ ഇസ്ലാമിൽ അനുവദനീയമാണ്. ഖുർആൻ വാചകത്തിലൂടെ തന്നെ നമുക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ അവരെ ആ പണിക്ക് വിട്ടിട്ട് പണം ഉണ്ടാക്കാനും കൂടി അള്ളാഹു അനുമതി നൽകിയിട്ടുണ്ട്. ഖുർആനിലെ 4-ാം അധ്യായം 24-ാമത്തെ വാചകത്തിൽ നമുക്കറിയാം. അപ്പോ ഈ പ്രവാചകന്റെ മറ്റു ഭാര്യമാരാരും പ്രസവിച്ചിട്ടില്ല. ഈ അടിമ സ്ത്രീയായ മാരിയത്തുൽ കിബ്തിയ എന്ന് പറയുന്ന ഈ സ്ത്രീ മാത്രം ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട്. അവന്റെ പേര് ഇബ്രാഹിം എന്നായിരുന്നു. ജനിച്ച ഉടനെ തന്നെ മരണപ്പെട്ടു എന്നാണ് നമ്മൾ ചരിത്രങ്ങളിലൂടെ വായിക്കാൻ പറ്റുന്നത്. ആ കുട്ടി മരിച്ച അന്ന് തന്നെ സൂര്യനും ചന്ദ്രനും ഒക്കെ ആ അനുശോചനത്തിൽ പങ്കുചേർന്നെന്നും ഗ്രഹണം സംഭവിച്ചു എന്നുമൊക്കെ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ ലഭിക്കും. ഇന്നിപ്പോൾ എന്താണ് പ്രവാചകന്റെ മക്കളെ കുറിച്ചിട്ട് ഇസ്ലാമിക പ്രഭാഷകർക്ക്, പണ്ഡിതന്മാർക്ക് പറയാനുള്ളത് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്കത് തന്നെ കാണാം. അഭിപ്രായവും നിലനിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 7 മക്കളാണ് ഉണ്ടായിരുന്നത്. 11 അഭിപ്രായവും നിലനിൽക്കുന്നു. 3 ആൺമക്കളും 4 പെൺമക്കളുമായിരുന്നു. ആൺകുട്ടികൾ 3-4 വയസ്സ് പ്രായമാകുന്നതിനുള്ളിൽ തന്നെ മരണപ്പെട്ടു. മൂത്ത മകൻ ഖാസിം റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ 2 വയസ്സായിരുന്നു പ്രായം. അതല്ല 11 മാസം പ്രായമുള്ള മുല കുടിക്കുന്ന കുട്ടിയായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 41-ാം വയസ്സിലാണ് ത്വയ്യിബ്, ത്വാഹിർ എന്നീ ഓമന പേരുകളുള്ള അബ്ദുള്ള എന്ന മകന്റെ പിറവി. അവർ 16-17 മാസം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ഈ കുഞ്ഞിന്റെ മരണം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തി. അവിടുന്ന് പ്രിയപ്പെട്ട ഭർത്താവിനോട് അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സങ്കടം ബോധിപ്പിച്ചു. നബിയെ, കുട്ടി മരിച്ചതിലല്ല വിഷമം, മുലകുടി മാറാത്ത കുഞ്ഞല്ലേ, എന്റെ മുലയിൽ പാൽ നിറഞ്ഞു വേദനിക്കുന്നു. മുലക്കുടി പ്രായം കഴിയും വരെ ജീവിച്ചിരുന്നുവെങ്കിൽ സന്തോഷമായിരുന്നു. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കരുത്. ആ കുഞ്ഞിന് മുല കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ഹൂറികളെ നിയമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ കുഞ്ഞിന്റെ ഇളം കൊഞ്ചലുകൾ കേൾപ്പിച്ചു തരാം. വേണ്ട നബിയെ, അങ്ങയുടെ വാക്ക് തന്നെ അത് കാണുന്നതിനേക്കാൾ എനിക്ക് വിശ്വാസമാണ്. ഖദീജ ബീവി ഇതിൽ നിന്ന് എന്തു മനസ്സിലായി? പ്രവാചകന്റെ മക്കൾ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു. അപ്പോ ഖദീജയ്ക്ക് കുട്ടിക്ക് പാല് കൊടുക്കാൻ സാധിക്കാതെ വിഷമമുണ്ടായി. അപ്പോ ഈ മരിച്ച കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി അള്ളാഹു 2 ഹൂറികളെ ഏർപ്പാട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഹൂറികൾക്ക് പാലുണ്ടാകും അല്ലെ, പ്രസവിക്കണ്ട അല്ലെ. അപ്പോൾ ഈ 72 ഹൂറികളും ഉസാമ ബിൻ ലാദനെ പോലെയുള്ള ആൾക്കാർ, അതുപോലെ സദ്ദാം ഹുസൈനെ പോലെയുള്ള ആൾക്കാർ, മുജാഹിദ് ബാലുശ്ശേരിയെ പോലെ, എം അക്ബറിനെ പോലെ, സാക്കിർ നായിക്കിനെ പോലെയുള്ള ആൾക്കാർ, ബാഗ്ദാദി തുടങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. 72 ഹൂറികൾ എന്തായാലും ടൈം വേസ്റ്റ് ആകത്തില്ല എന്നേ കൂടി ഏതാണ്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. ഓക്കെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മറുപടിയായി പറഞ്ഞു, മരിച്ച കുഞ്ഞിന് പാല് കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അതിനുവേണ്ടി 2 ഹൂറികളെ ഏർപ്പാട് ചെയ്ത അള്ളാഹു മരണമാസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉത്തമയായ സ്ത്രീ. 3ാമത്തെ മകൻ മാരിയത്തുൽ ഖിബ്തിയ്യ എന്ന അടിമയിൽ ജനിച്ച ഇബ്രാഹിം റളിയല്ലാഹു അൻഹു എന്നവരാണ്. ആ മകൻ 2 വയസ്സാകുന്നതിനു മുമ്പേ പരലോകത്തേക്ക് യാത്രയായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2ാം പുത്രൻ മരണപ്പെട്ട വേളയിൽ ആസുബിൻ വാഇൽ എന്ന മക്കയിലെ പ്രമാണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹാസരൂപേണ അബ്തർ അഥവാ അനന്തരമില്ലാത്തവൻ എന്ന് വിളിച്ചു. അത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് വിഷമത്തിലായി. ഈ അവസരത്തിലാണ് സൂറത്തുൽ കൗസർ എന്ന ആയത്തിന്റെ ഇറക്കം. നബിയെ, പ്രപഞ്ചങ്ങൾ മുഴുവൻ കരുതിയാലും ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കാത്ത വിധം അനുഗ്രഹങ്ങളുടെ പൂമഴ തന്നെ നാം അങ്ങേക്ക് നൽകിയിരിക്കുന്നു. സത്യത്തിൽ തങ്ങളെ ആക്ഷേപിച്ചവനാണ് അനന്തരമില്ലാത്തവൻ. ഈ ആയത്തിന്റെ ബറക്കത്താണ് ലോകത്തിന്റെ നാനാദിക്കുകളിൽ ഇസ്ലാം. അതായത് പ്രവാചകനെ ഒരുത്തൻ തന്തയ്ക്ക് വിളിച്ചാൽ പ്രവാചകന് വിളിക്കാൻ തിരിച്ചു പറ്റാത്തത് കൊണ്ട് അള്ളാഹു അവിടെ നിന്ന് വിളിക്കും. അതാണ് നമ്മുടെ പടച്ചോനും നബിയും തമ്മിലുള്ള ഒരു ലിങ്ക്. അനന്തരമില്ലാത്തവൻ. ഈ ആയത്തിന്റെ ബറക്കത്താണ് ലോകത്തിന്റെ നാനാദിക്കുകളിൽ ഇസ്ലാമിന്റെ പ്രകാശം പരത്തുന്നതിന്റെ ചുക്കാൻ പിടിക്കാൻ സയ്യിദന്മാർ കാരണമായി തീർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കൾ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പേ വഫാത്തായിട്ടുണ്ട്. അവിടുത്തെ പരമ്പര നിലനിൽക്കുന്നത് പെൺമക്കളിലൂടെയാണ്. 4 പെൺമക്കളിലെ മൂത്ത മകൾ അല്ല, അതെങ്ങനെ ശരിയാകും? പരമ്പര നിലനിൽക്കണമെങ്കിൽ നമ്മുടെ പെൺമക്കളെ വിവാഹം കഴിക്കുന്നത് വേറെ കുടുംബത്തിലുള്ള ആൺമക്കളല്ലേ? പ്രവാചകന്റെ പരമ്പര നിലനിൽക്കണമെങ്കിൽ പ്രവാചകന്റെ ആൺമക്കളിൽ നിന്ന് തന്നെ വേണ്ടി അടുത്ത ഒരു ജനറേഷൻ ഉണ്ടാകാൻ. 2 മക്കളാണ് ഉണ്ടായിരുന്നത്, ഒരു മകളും ഒരു മകനും. ഈ മകൻ പ്രായപൂർത്തിയോടടുക്കവെ മക്ക വിജയാനന്തരം വഫാത്തായി. മക്ക വിജയത്തിന് വേണ്ടിയുള്ള യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകപ്പുറക്കത്ത് പിറകിൽ കയറാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് അലി എന്ന് പേരുള്ള ഈ മകൻ. സൈനബ റളിയല്ലാഹു അൻഹയുടെ മകൾ ഉമാമത്ത് ബീവി റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹുവാണ് വിവാഹം കഴിക്കുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാൻ എടുത്തപ്പോൾ ഭർത്താവ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, നമ്മുടെ മക്കളൊക്കെ ചെറിയവരാണ്, നിങ്ങൾ ചെറുപ്പക്കാരനും ആയതിനാൽ എന്റെ വഫാത്തിന് ശേഷം എന്റെ സഹോദരിയുടെ മകൾ ഉമാമത്തിനെ നിങ്ങൾ വിവാഹം ചെയ്യണം. തുടർന്ന് ഫാത്തിമ ബീവി എന്താ വിശാലമായ മനസ്സ്. അപ്പോ മക്കളൊക്കെ ചെറുതായതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വേറെ വിവാഹം കഴിക്കണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഇതാരാ പറയുന്നത്? പ്രവാചകന്റെ മകളായ ഫാത്തിമയാണ് പറയുന്നത്. കാരണം ഫാത്തിമ ജീവിച്ചിരിക്കെ തന്നെ ഒരിക്കൽ അലി പ്രവാചകനെ സമീപിച്ചിട്ട് എനിക്ക് ഒരാളെ കൂടി വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, എൻ്റെ മകൾ കണ്ണീര് കുടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന മറുപടിയാണ് പ്രവാചകൻ പറഞ്ഞത്. കാരണം
12 പേരെ കണ്ണീര് കുടിപ്പിച്ച പാരമ്പര്യമുള്ള പ്രവാചകന് തീർച്ചയായിട്ടും മനസ്സിലാകും ഒരു ഭാര്യയോടൊപ്പം ഭർത്താവ് ഉറങ്ങുമ്പോൾ മറ്റു ഭാര്യമാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണ് എന്ന് നന്നായി പ്രവാചകൻ അറിയാം. ഇത്രയും കറങ്ങി വരണ്ടേ ഇനി അടുത്ത ഊഴെത്താൻ. അതേ അനുഭവം തന്നെ തൻ്റെ മോൾക്കുണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചു. തന്നെയുമല്ല, ഫാത്തിമ സഹോദരിയുടെ മകളെ, ഇവർക്ക് കുഴപ്പമില്ല, സഹോദരങ്ങളുടെ മക്കൾ, അമ്മാവന്റെ മക്കളും ഉമ്മാടെ അനിയത്തിയുടെ വാപ്പാട് അനിയന്റെ ചേട്ടന്റെ ഒക്കെ മക്കളെ മൊത്തവും പ്രവാചകൻ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ ചിലപ്പോൾ പ്രവാചകന്റെ മക്കൾക്കും അനുവദിച്ചു കൊടുത്തിട്ടുണ്ടാകുമെന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. അൻഹയുടെ വഫാത്തിന് ശേഷം അവരുടെ 2 പേരുടെയും വിവാഹം നടന്നു. ഹിജ്റ 35 അലി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് വരെ അവിടുത്തെ ഭാര്യമാരിൽ ഒരുവരായിരുന്നു ഉമാമത്ത് ബീവി റളിയല്ലാഹു അൻഹ. തുടർന്ന് നൗഫൽ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവാണ് ഉമാമത്ത് ബീവിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രിയതമൻ. ഈ ബന്ധത്തിൽ മക്കളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തുടരുന്നു ഈ കഥകൾ. അപ്പൊ ഇനി പ്രവാചകന്റെ മക്കളെ കുറിച്ചിട്ട് ആർക്കും സംശയമൊന്നും ഉണ്ടാകില്ലല്ലോ. ഇത് യാഥാർത്ഥ്യങ്ങളിൽ നിന്നും തികച്ചും വിഭിന്നമായി വളച്ചൊടിച്ചെടുത്ത ഒരു സംഭാഷണമാണ് ഈ ഉസ്താദിൻ്റെത്. അപ്പോൾ കൃത്യമായ സംഭാഷണം ഇതല്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഫാത്തിമ എങ്ങനെയാണ് മരണപ്പെട്ടത്? ഫാത്തിമയുടെ അടിവയറ്റിൽ ആരാണ് തൊഴിച്ചു കൊന്നത്? പ്രവാചകൻ മരിച്ചപ്പോൾ ദരിദ്രനായിട്ടായിരുന്നു മരിച്ചത്. പ്രവാചകന്റെ മറ്റു ഭാര്യമാരൊന്നും നബിയിൽ നിന്നും മറ്റു മക്കൾക്ക് ജന്മം നൽകാത്തത് എന്തുകൊണ്ടാണ്? തുടങ്ങിയ ഒരുപാട് യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇനിയും നമുക്ക് പോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും പോകണം. നന്ദി.